മോർണിംഗ് ടീച്ചർ. ഓക്കെ, ഇന്നലെ പഠിച്ചതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നോ? യെസ് ടീച്ചർ. ഓക്കെ, നമുക്കിന്നൊരു പുതിയ സെക്ഷൻ പഠിക്കാം കേട്ടോ. ടീച്ചർ എന്താ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? ഏരിയ ഓഫ് പാരലലോഗ്രാം. അതെ, പാരലലോഗ്രാം എന്താണെന്ന് അറിയാമോ? എന്താണ്? ഫോർ സൈഡ് ക്ലോസ്ഡ് ഫിഗർ. ഫോർ സൈഡ് ക്ലോസ്ഡ് ഫിഗർ ആണ് പാരലലോഗ്രാം. വെരി ഗുഡ്. അത് തന്നെയാണ്. വേറെ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് പാരലലോഗ്രാമിന്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. കറക്റ്റ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതെ, ഒരു കാര്യം ചെയ്യാമോ? എല്ലാരും ബുക്ക് എടുത്തിട്ട് ഒരു പാരലലോഗ്രാം വരയ്ക്കാമോ? യെസ് ടീച്ചർ. ഓക്കെ, വരയ്ക്ക്. എല്ലാരും വരച്ചു കഴിഞ്ഞോ? യെസ്. ഓക്കെ, എല്ലാവരും ആ പാരലലോഗ്രാമിന് ABCD എന്ന് പറഞ്ഞ പേര് കൂടെ കൊടുക്കണം കേട്ടോ. ടീച്ചർ കൊടുക്കുന്ന പോലെ കൊടുക്കണേ. പേര് കൊടുത്തു? യെസ്. ഓക്കെ, ഇനി എന്താ ഞാൻ ചോദിക്കാൻ, നിങ്ങൾ എനിക്ക് ആൻസർ പറയണം കേട്ടോ. ഓക്കെ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോഴേ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച പാരലലോഗ്രാമിന് ഒരു ഡയഗണൽ വരയ്ക്കാമോ? യെസ്. ഓക്കെ, വരച്ചാണ്. ആരാ ബോർഡിൽ വന്ന് വരയ്ക്കുന്നേ? ടീച്ചർ. ഓക്കെ, ശിഫാനാണ് വരയ്ക്കും. എല്ലാരും ക്ലാസ് കൊടുത്താണ്. അപ്പൊ എന്താ, നമ്മൾ നമ്മുടെ പാരലലോഗ്രാമിൽ ഡയഗണൽ വരച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഈ പാരലലോഗ്രാം എന്തായിട്ടാണ് മാറിയത്? അനുസരിച്ച് പറയാമോ എന്തായിട്ടാ മാറിയതെന്ന്? നോക്കിയേ, ഫിഗർ നോക്കിയേ. ഇപ്പം പാരലലോഗ്രാം എന്തായിട്ട് മാറിയിട്ടുണ്ട്? രണ്ട് ട്രയാങ്കിൾസ്. മിടുക്കി, വെരി ഗുഡ്. രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ. രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് പാരലലോഗ്രാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയിട്ട് പറയാവോ നമുക്ക് പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാണ്? ട്രയാങ്കിൾസിന്റെ. കറക്റ്റ് ആണ്. എന്താ, ട്രയാങ്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? പാരലലോഗ്രാമിന്റെ ഏരിയ കിട്ടും അല്ലേ? അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ആരാ പറയുന്നത്? ഞാൻ പറയോ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? കറക്റ്റ് ആണ്. എന്താ, ഹാഫ് BH ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് BH ആണ്. ടീച്ചർ എഴുതുവാണ്. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ആണ് ഉള്ളത്? രണ്ട് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിന്റെ പേര് പറയാമോ? ABCയും ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BCD. ABCDയോ? BCD. കറക്റ്റ്. ട്രയാങ്കിൾ BCD. നമുക്ക് അതിന്റെ ഫോർമുല എഴുതാം. എന്തൊക്കെയാ? ടീച്ചർ ഇപ്പം ഈ ഡയഗണലിന് D എന്ന് വിളിക്കുവാണേ. ഓക്കെ, അതിന്റെ ബേസിനെ D എന്ന് വിളിക്കുവാണേ. അങ്ങനെയാണെങ്കിൽ ഫോർമുല പറയാമോ? Area of triangle ABC is equal to half BH അല്ലേ? ആണോ? Area of triangle BDC is equal to എന്ത് തന്നെയാണ്? half BH അല്ലേ? ആണോ? അതെ. അങ്ങനെയാണെങ്കിലേ ഈ പാരലലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും? എന്തായിരിക്കും ആമിന? പാരലലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? കറക്റ്റ് ആണ്. എന്ത് ചെയ്താൽ മതി? പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ആഡ് ചെയ്താൽ, അതായത് ഹാഫ് BH ഇവിടുത്തെ ഹാഫ് BH കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഏരിയ ഓഫ് പാരലലോഗ്രാം ഈസ് ഈക്വൽ ടു half BH plus half BH അല്ലേ? അപ്പം half BH plus half BH ചെയ്യുമ്പോൾ എന്തോ കിട്ടും അനുഷ്ഠ? BH. കറക്റ്റ് ആണ്. എന്താ, BH ആണല്ലേ കിട്ടുന്നത്. ഇവിടെ B വെച്ചു എന്താന്ന് പറയാമോ? B ബേസും. B എന്ന് പറയുന്നത് എന്തിന്റെ ബേസ് ആണ്? ട്രയാങ്കിളിന്റെ ബേസ്. ട്രയാങ്കിളിന്റെ പാരലലോഗ്രാമിന്റെ അതെ, എന്താണ്? പാരലലോഗ്രാമിന്റെ ബേസ് ആണ്. X എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ്. എന്തുവാ? ഇവിടത്തെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലയോ എന്ന് പറയുന്നത്? X എന്ന് പറയുന്നത്. ടീച്ചർ ഒരു ചെറിയൊരു മാറ്റം വരുത്തുവാണ്. Xന്റെ പോലെ എന്ത് കൊടുക്കുവാണ്? D കൊടുക്കുവാണ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? BD എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? ഒന്നുമാണ് ഏരിയ
ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാണ്? ബി ഡി. ബി ഇൻറ്റു ഡി. ബിയും ഡിയും എന്തോന്ന് പറഞ്ഞ അക്ഷര? ഡി ബേസ് ഓഫ് പാരലോഗ്രാം, ഡി ഡിസ്റ്റൻസ്. വെരി ഗുഡ്. എന്തുവാ ഡി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. ഇതാണ് ഏരിയ ഓഫ് പാരലോഗ്രാം. എന്താ ഏരിയ ഓഫ് പാരലോഗ്രാം? ഒരു പാരലോഗ്രാമിന്റെ ബേസും ആ ബേസും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ എന്താ മൾട്ടിപ്പിൾ ആണ് നമ്മുടെ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ ഫോർമുല കണ്ടുപിടിച്ചത്?